السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه وأتباعه الفائزين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلينا لا راجعون أنهم إلى ربهم راجعون. صدق الله المولانا العظيم. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على. الحمد لله ثم الحمد لله. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ നിമിഷങ്ങളിൽ വന്നുപോയ സകല അപരാധങ്ങളും ഗഫൂറായ റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതം പാപത്തിൽ നിന്നും പരിശുദ്ധരായി സ്വച്ഛമായ മനോഹരമായ ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമുക്ക് താങ്ങായി, നമുക്ക് തണലായി നമ്മുടെ കൈപിടിച്ച പലരും ഇന്ന് അല്ലാഹുവിന്റെ സമക്ഷത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, ഇവരിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് എങ്കിൽ അവരുടെ തിന്മകളെ നന്മകളാക്കി മറിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ ദറജാത്തുകൾ അവർക്ക് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസിനെ പ്രദാനിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം നമ്മിൽ നിന്നും വിട പറയുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ്. പരിശുദ്ധ റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ മുഴുവനും
നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ തറാവീഹുകൾ, നമ്മുടെ സകാത്ത്, സ്വതഖ, ഹദിയ, ദാനധർമ്മങ്ങൾ, നമ്മളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ കുറവുകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഈ മസ്ജിദിന്റെ സഹായികൾ, ഇതിന്റെ ഭാരവാഹികൾ, ഇതിന്റെ ഹാദിമീങ്ങളിൽ പലരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഇതിന്റെ എല്ലാം മിസ്ലു സവാബിനെ എത്തിച്ചു നൽകുമാറാകട്ടെ. അവർക്ക് സ്വർഗത്തിലേക്കുള്ള ഉയർന്ന ദറജാത്തുകളുടെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാളിതുവരെ ഇവിടത്തിൽ സഹകരിച്ച, സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ഖൈർ ബറകാത്തിന്റെ ബാബുകളും തുറന്നു നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കഷ്ടത അനുഭവിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ടും വിശേഷപ്പെട്ട, എന്തുകൊണ്ടും പവിത്രതകൾ നിറഞ്ഞതായ ഒരു പകലിലാണ് നാം നിലനിൽക്കുന്നത്. പരിശുദ്ധമായ 27-ാം രാവ് ഇന്നലെ രാത്രി നമ്മിൽ നിന്നും കഴിഞ്ഞുപോയി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റമളാനിന്റെ ഒറ്റയൊറ്റ രാവുകൾ വെള്ളിയാഴ്ചയുമായി ചേർന്ന് വരികയാണ് എങ്കിൽ ആ ദിനങ്ങളിൽ, ആ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ കൂടുതലായി പ്രതീക്ഷിക്കുക എന്നുള്ളതായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠം നമുക്ക് മുമ്പിലുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ സഹോദരങ്ങളെ, ഇന്നലെ നാം സജീവമാക്കിയ രാത്രി അത് ഏറെ പരിശുദ്ധതയും പവിത്രതകളും വിശേഷപ്പെട്ടതായ ഒരു രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയവരിൽ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് തുടർന്നു വന്നു. നമ്മിലേക്ക് ഇതാ അവസാനമായി സലാം പറയുവാൻ വേണ്ടി നിൽക്കുന്നതായ സാഹചര്യമാണ്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടുന്ന ഇതുപോലെയുള്ള ജുമുഅകളിൽ ഇന്നത്തെ മിമ്പറിൽ വെച്ച് ഖതീബുമാർ റമളാനിനോട് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്നിങ്ങനെ സലാം പറയുന്നതായ ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. പരിശുദ്ധമായ റമളാൻ മാസം ഇത്തരത്തിൽ സലാം പറഞ്ഞ് പിരിയുമ്പോൾ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ മനം അങ്ങനെ വേദനിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ റമളാൻ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്കറിയുവാൻ സാധ്യമല്ല ഇത് നമ്മുടെ ആയുസിന്റെ അവസാനത്തെ റമളാനാകുമോ. നമുക്കാർക്കും അറിവുള്ളതായ കാര്യമല്ല. ഇത് എൻ്റെ അവസാനത്തെ റമളാൻ ആയിരിക്കുമോ എന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ളതായ ഉറപ്പും പറയുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റമളാനുകളെ ആഫിയത്തോടെ സ്വീകരിക്കുവാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനിക്കുമാറാകട്ടെ. അത്തരത്തിൽ ഓരോ വിശ്വാസിയുടെയും മനങ്ങൾ വേദനിക്കണം, നോവണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. അത്തരത്തിലായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കേണ്ടത്. ഈ കഴിഞ്ഞു പോകുന്നതായ റമളാൻ എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ റമളാനാകുമെങ്കിൽ ഈ റമളാൻ കൊണ്ട് നന്നായവരിൽ, ഈ റമളാൻ കൊണ്ട് പടച്ചവന്റെ പൊരുത്തം കരസ്ഥമാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മളുടെ മനസ്സകങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. വളരെ വലിയതായ ഒരു ചോദ്യം, വളരെ കൃത്യമായ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ റമളാൻ എനിക്ക് ലാഭകരമായി പടച്ചവന്റെ അടുക്കൽ സ്ഥാനം പിടിക്കുവാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ സമയങ്ങളാണ്. നമ്മളുടെ മനസ്സിനോട് നമ്മൾ അത്തരത്തിലുള്ളതായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പൊരുത്തപ്പെട്ട തൃപ്തികരമായ ഒരു മറുപടി അല്ല നമ്മുടെ അന്തരാളങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഇനിയും കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ 2 ദിവസങ്ങളോ 3 ദിവസങ്ങളോ പരിശുദ്ധമായ റമളാനിൽ ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. നാം ചെയ്തു വെച്ച് അവസാനിപ്പിച്ചെന്ന് നാം കരുതിയതായ സൽക്കർമ്മങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കുവാറായിട്ടില്ല. പരിശുദ്ധമായ റമളാനിൽ നാം 1 മുതൽ തുടങ്ങി വെച്ചതായ ആത്മീയമായ ചൈതന്യമുണ്ടല്ലോ. ആ റമളാൻ 1 മുതൽ തുടങ്ങി വെച്ചതായ സുന്നത്തായ കർമ്മങ്ങളുണ്ടല്ലോ. നാം നേടിയെടുത്തു വന്ന നമ്മളുടെ റൂഹിനെ പറഞ്ഞു പഠിപ്പിച്ചതായ സൽക്കർമ്മങ്ങൾ നിരവധിയുണ്ടല്ലോ. ആ സൽക്കർമ്മങ്ങളൊന്നും അവസാനിപ്പിക്കല്ലേ. ആ സൽക്കർമ്മങ്ങളൊന്നും അവസാനിപ്പിക്കുവാനുള്ളതല്ല. പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത് ഒരു പരിശീലന കളരിയായിരുന്നു.
ആ പരിശീലന കളരിയിൽ വെച്ച് നാം പരിശീലിച്ചെടുത്തതായ മുഴുവൻ സൽക്കർമ്മങ്ങളും റമളാനിന്റെ അസ്തമയത്തോടുകൂടി ശവ്വാലിന്റെ പിറ കാണുന്നതോടുകൂടി മടക്കി കെട്ടുവാനുള്ളതല്ല, നമ്മളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകളിൽ തുടർന്നു പോകുവാനുള്ള ഒരു തുടർച്ചയാണ്. സഹോദരങ്ങളെ, അത്തരത്തിലാണ് നമ്മളുടെ ജീവിതത്തെ നാം മുന്നിൽ കാണേണ്ടത്. റമളാനുമായി ബന്ധപ്പെട്ട് നാം ചെയ്തു വന്നതായ സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ആ അമലുകൾ അവസാനിക്കുവാനുള്ളതല്ല. ആ റമളാനിൽ നേടിയെടുത്തതായ ചൈതന്യത്തോട് ഒപ്പം തന്നെയാണ് മരണം വരെയുള്ള ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നതായ ഒരു പാഠമുണ്ട്, ഒരു സൽക്കർമ്മം. ആ ഒരു സൽക്കർമ്മം ഒരു മനുഷ്യനിക്ക് വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ളതായ സാഹചര്യം ലഭിക്കുകയാണ് എങ്കിൽ, അവന് ആ സൽക്കർമ്മം തുടർന്നും ചെയ്യുവാനുള്ളതായ സാഹചര്യങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ, അവന്റെ ആ സൽക്കർമ്മം സ്വീകരിച്ചു എന്നുള്ളതിനുള്ളതായ ഒരു അടയാളമാണ്. ആരെങ്കിലും റമളാൻ അവസാനിക്കുന്നതോടുകൂടി റമളാനിൽ നാം തുടങ്ങി വെച്ചതായ നല്ല ശീലങ്ങൾ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ, സഹോദരങ്ങളെ, നാം ഭയക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങൾ ഒന്നും എത്തേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ സൽക്കർമ്മങ്ങൾ, നമ്മളുടെ നല്ല ശീലങ്ങൾ, പ്രത്യേകിച്ച് നാം റമളാനിൽ പാഠമാക്കിയെടുത്ത നല്ല പാഠങ്ങളൊന്നും നാം അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല. അതിനെല്ലാം തുടർന്നും നമ്മളുടെ ജീവിതത്തിൽ നിത്യമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വസ്തുതയുണ്ടായിരുന്നു. ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുവാസനു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ സ്വന്തമായി ഒന്ന് വിചാരണ നടത്തുവിൻ. നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ സ്വന്തമായി ഒന്ന് തൂക്കി നോക്കുവീൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരോട് എപ്പോഴും പറയുന്നതായ ഒരു വാചകമായിരുന്നു. ഞാൻ എന്തുമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്തു, ഞാൻ എന്തുമാത്രം തെറ്റുകുറ്റങ്ങളാണ് ദിവസേന ചെയ്തു പോരുന്നത്. പരിശുദ്ധമായ റമളാനിന്റെ രാവുകളിലും പകലുകളിലും എത്രത്തോളം നന്മകൾ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു, എത്രത്തോളം തിന്മകളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കുവാൻ സാധിച്ചു എന്ന് നാം ഖബ്ല അൻ തുഹാസബു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരിശുദ്ധമായ മഹ്ശറിൽ വെച്ച് ഓരോ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്കണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അത്തരത്തിൽ നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ അമലുകളെ തൂക്കി നോക്കേണ്ട, നമ്മളുടെ അമലുകളെ ഒന്ന് വിചാരണ നടത്തേണ്ട സമയമാണ് പരിശുദ്ധമായ റമളാനിന്റെ അവസാന നാളുകൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുത, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പ്രവാചകരുടെ മേൽ ഇറങ്ങുകയാണ്. ഇവിടത്തിൽ തുടക്കത്തിൽ ഓതി വെച്ചതായ ആയത്താണ് വല്ലദീന യുതൂന മാ ആതൗ ഖുലൂബുഹും വസിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. പരിശുദ്ധമായ ഈ ആയത്തിനെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട്, മുസ്ലിം സമുദായത്തിനോട്, മുഅ്മിനോട്, ലോകത്തിനോട് ഈ ആയത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലദീന യുതൂന മാ ആതൗ ഖുലൂബുഹും വസിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഒരു കൂട്ടം ആളുകളെ പറ്റി പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. വല്ലദീന യുതൂന മാ ആതൗ ഖുലൂബുഹും വസില. ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വല്ലദീന യുതൂന മാ ആതൗ, ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തിനെ ചിലവഴിക്കുന്നവരാണ്, ധാരാളം നന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. എത്തരത്തിൽ വഖുലൂബുഹും വജിലത്തുൻ, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പിടപിടച്ചുകൊണ്ടിരിക്കും, ഭയവിഹ്വലരായിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഭയം കാരണത്താൽ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരുടെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങേണ്ടതാണല്ലോ, എൻ്റെ പരിശുദ്ധമായ എൻ്റെ രക്ഷിതാവിങ്കലേക്ക് ഞാൻ മടങ്ങേണ്ടതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട്
സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ ഒരു വിഭാഗം ആളുകളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ട് ഭയന്നിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിന്റെ 60-ാമത്തെ ആയത്തുകളിലൂടെ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ ഈ ആയത്തിനെ ലോകത്തോട് മുന്നിൽ വെച്ചപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകരോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ ആയത്ത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ആയത്ത് എന്ന് പറയുന്നത് പാപങ്ങൾ ചെയ്യുന്നതായ ആളുകളുടെ വിഷയത്തിൽ അവതരിച്ച ആയത്താണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് പാപികളുടെ വിഷയത്തിൽ അവതരിച്ചതായ ആയത്തല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങളുടെ, ഒരു വിഭാഗം നല്ല മനുഷ്യരുടെ വിഷയത്തിൽ അവതരിച്ചതായ ആയത്താണ്. ആ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ അവരുടെ ആ സൽക്കർമ്മങ്ങൾ പടച്ചവന്റെ പൊരുത്തത്തിന് പാത്രമാകുവാൻ കാരണമാകുന്നതാണോ എന്നുള്ളതായ ഒരു പേടി കാരണം എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചോ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുവാൻ എന്റെ പ്രവർത്തനങ്ങൾ മതിയായതാണോ എന്നുള്ളതായ ഒരു പേടിയോടെയായിരിക്കും അവരുടെ ഹൃദയങ്ങൾ. അത്തരത്തിലുള്ളതായ പേടികൾ കൊണ്ട് പേടിക്കുന്ന ഹൃദയമാണ് ആ കൂട്ടർക്കുള്ളത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയത്തെ നിവർത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ നാം നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നമ്മളുടെ സംസാരങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ ഇടപാടുകൾ മുഴുവനും നിരവധി അനവധി പോരായ്മകളും ധാരാളം ന്യൂനതകളും നിറഞ്ഞതാണ് എന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെയുള്ളതായ നമ്മളുടെ ന്യൂനതകളോടൊപ്പം നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ, നമ്മളുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, നമ്മളുടെ സക്കാത്തുകൾ, ഹദിയകൾ, സ്വതക്കകൾ, നമ്മുടെ ഒരു പുഞ്ചിരി, അങ്ങനെയുള്ളതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ചതായ മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മളുടെ ഇത്തരത്തിലുള്ളതായ ന്യൂനതകളോടൊപ്പം മാത്രമോ നമ്മളുടെ അറിവുകൾ കുറവാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ ധാരാളം പിഴവുകളാണ്, ഇതിനോട് ഒപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുവാൻ പാകപ്പെടുന്നതാണോ എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു ഗൗരവമുണ്ടായിരിക്കണം, ഒരു പേടിയുണ്ടായിരിക്കണം. എന്നാലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതായ ഈ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു കാണുമോ എന്ന വിഷയത്തിൽ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഇങ്ങനെയുള്ളതായ ആളുകളാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയായ കാര്യങ്ങളിൽ, നന്മയായ സൽപ്രവർത്തനങ്ങളിൽ മുന്നേറുന്നവർ ഇങ്ങനെ ഭയമുള്ള ആളുകളാണ്. ഒരു അമല് ചെയ്തിട്ട് ആ അമല് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായോ എന്ന് മനസ്സുകൊണ്ട് ഭയക്കുന്നതായ ആളുകൾ, ഇങ്ങനെയുള്ളതായ ആളുകളാണ് യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ ധാരാളമായി ധൃതി കാണിക്കുന്ന വിഭാഗമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല വഹും ലഹാ സാബിഖൂൻ, ആ നന്മയായ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ മുന്നേറി വരുന്ന ആളുകൾ ഇത്തരത്തിൽ മാനസികമായ അവസ്ഥയുള്ളവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നാം ധാരാളം സൽക്കർമ്മങ്ങൾ റമളാനിന്റെ 1 മുതൽ ഇന്ന് വരെ നാം ചെയ്യുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തമുള്ളതായ അമലുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് മാനസികമായി ഒരു ഭയം, ഒരു അങ്കലാപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമ്മളുടെ നോമ്പുകൾ, നാം രാത്രിയിൽ നിന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾ, നമ്മളുടെ വിയർപ്പൊഴുക്കി നാം പണിതുണ്ടാക്കിയതായ നമ്മളുടെ ധനം, ആ ധനത്തിൽ നിന്നും നാം ചിലവഴിച്ചതായ ഭീമമായ സക്കാത്ത്, സ്വതക്ക, ഹദിയകൾ, അങ്ങനെയുള്ളതായ മുഴുവൻ ദാനധർമ്മങ്ങൾ, നമ്മളുടെ ഇഫ്താറിന് വേണ്ടി നാം ചിലവഴിച്ചതായ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ യോഗ്യമായോ എന്നുള്ളതായ ഒരു ചെറിയ ഒരു ഭയം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഭയത്തിൽ നിന്നും അള്ളാഹുവേ എൻ്റെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ എന്നുള്ളതായ മനമുരുകിയുള്ളതായ ദുആ കൂടി ഉണ്ടെങ്കിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. സഹോദരങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്,
നമ്മളുടെ മുൻഗാമികളായ സച്ചരിതരായ ആളുകളുടെ ജീവിത ശൈലിയായ കിതാബുകളിലൂടെ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാനിൽ ഇതേപോലെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പിന്നെയുള്ളതായ ഒരു വർഷവും അവരുടെ ദുആ എന്ന് പറയുന്നത്, അല്ലാഹുവേ എൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ, ഞാൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്നുള്ളതായ നിരന്തരമായ ദുആയിലായിരിക്കും അടുത്ത റമളാൻ വരെയുള്ളതായ ഒരു വർഷവുമെന്ന് നമുക്ക് മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങൾ വായിക്കുന്ന കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന പാഠമാണ്. അത്തരത്തിൽ നല്ല ഒരു ഗുണം നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. നാമും അത്തരത്തിൽ ദുആ ചെയ്യുന്നവരാകണം. റബ്ബനാ തഖബ്ബൽ മിന്ന, രക്ഷിതാവേ ഞങ്ങളിൽ നിന്നും ഈ പ്രവർത്തനത്തെ സ്വീകരിക്കണേ എന്നതായ ദുആ പ്രവാചകന്മാരുടെ പോലും പതിവായിട്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതായ ഒരു പാഠമാണ് സഹോദരങ്ങളെ. ആയതുകൊണ്ട് നാമും അത്തരത്തിൽ ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ദുആയിനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്തുള്ളതാക്കട്ടെ. മാത്രമല്ല, ഇങ്ങനെയുള്ളതായ തൻ്റെ പ്രവർത്തനങ്ങൾ രക്ഷിതാവ് സ്വീകരിച്ചോ എന്നുള്ളതായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തമമായ ഒരു ഗുണങ്ങളിൽ പെട്ടതാണ്. പ്രധാനപ്പെട്ട ഹദീസിൻ്റെ വിഖ്യാതമായ മുസ്ലിം സമുദായം അംഗീകരിച്ചതായ സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു പാഠം തന്നെ അത്തരത്തിലുള്ളതായ ഒരു പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ്. ബാബു ഖൗഫുൽ മുഅ്മിനി മിൻ അൻ യുഹീത അമലുഹു വഹുവ ലാ യശ്ഉർ. ഇത്തരത്തിലുള്ളതായ ഒരു പേര് കൊണ്ട് പറഞ്ഞു തുടങ്ങുന്നതാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ബാബ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞാൻ അറിയാതെ എൻ്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നതായ മുഅ്മിനിനെ സംബന്ധിച്ചുള്ളതായ പാഠം ഇത്തരത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ നന്മയായ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ പറഞ്ഞു വെച്ചത് റമളാനിൽ നാം ചെയ്തു വെച്ചതായ സൽക്കർമ്മങ്ങൾ, റമളാനിൽ നാം ആർജിച്ചെടുത്തതായ നല്ല ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നാം ജീവിതത്തിൽ കൈമുതലാക്കേണ്ടതാണ്. റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഒന്നും അവസാനിക്കുവാനുള്ളതല്ല. മാത്രമല്ല, റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ നമ്മളുടെ അമലുകളും അവസാനിക്കുന്നുണ്ട് എങ്കിൽ പടച്ചവന്റെ അടുക്കൽ അത് യഥാർത്ഥ രീതിയിൽ സ്വീകരിക്കേണ്ട രീതിയിലായിട്ടില്ല എന്നതുകൂടി നാം ഓർത്തു വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു പ്രധാനമുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചുള്ളതായ ഒരു വിഷയമാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിന്റെ മേലും ഓരോ കുടുംബനാഥന്റെ മേലും ചിലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെ മേൽ താൻ ചിലവിന് കൊടുക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ അവരുടെ മേലെല്ലാം എനിക്ക് നിർബന്ധമാകുന്നതാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളതായ ഒരു സക്കാത്ത്. നമുക്കറിയാം, നമ്മുടെ നമസ്കാരങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ വന്നു പോവുകയാണ് എങ്കിൽ അവസാനത്തിൽ സഹവിന്റെ സുജൂദ് കൊണ്ട് ആ വന്നു പോകുന്ന പിഴവുകൾക്ക് പരിഹാരമാകുമല്ലോ. അത്തരത്തിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ നോമ്പുകളിൽ വന്നു പോയതായ എന്തെങ്കിലും പിഴവുകൾ ഉണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കുന്നതാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളതായ ഒരു അമൽ. ആ അമലിനെ നാം ഓരോരുത്തരും ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നാം നൽകേണ്ടത്? റമളാൻ അസ്തമിച്ച് ശവ്വാലിന്റെ പിറ കണ്ടത് മുതൽ പെരുന്നാൾ ദിവസം അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫിത്ർ സക്കാത്തുകൾ അവകാശികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദീനിന്റെ മസ്അല. റമളാൻ അവസാനിച്ചത് മുതൽ, അതായത് ശവ്വാലിന്റെ പിറ കണ്ടത് മുതൽ ശവ്വാൽ അസ്തമിക്കുന്നതായ ആ ഒരു ദിവസം, ചുരുക്കി പറഞ്ഞാൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പെരുന്നാൾ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു വീടുക എന്നുള്ളതാണ് ഫിത്ർ സക്കാത്തിന്റെ മസ്അല. ഇനി അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തു വീടുവാൻ സാധിച്ചില്ല എങ്കിൽ ഹറാമാകുന്നതാണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കുക എന്നുള്ളത് നാം ഒരു തിന്മ ചെയ്യുന്നത് പോലെ ഹറാമായ കാര്യമാണ്. പെരുന്നാൾ ദിവസത്തിൽ തന്നെ ഫിത്ർ സക്കാത്തുകൾ കൊടുത്തു വീടുക എന്തെങ്കിലും കാരണവശാൽ ഹറാമായി അങ്ങനെ ഒരു തെറ്റിലോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾ ഖലാഅ് ആകുമ്പോൾ നാം ഖലാഅ് വീട്ടി നമസ്കരിക്കുന്നത് പോലെ, നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ ഖലാഅ് വീട്ടി നാം നോമ്പനുഷ്ഠിക്കുന്നത് പോലെ
ഫിത്ർ സക്കാത്തിന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് ആരെങ്കിലും പിന്തിക്കുകയാണോ എങ്കിൽ അവന്റെ മേൽ ഖലാ വീട്ടൽ നിർബന്ധമാകുന്നതാണ്. ഉടനടി അവൻ അതിനെ ഖലാ വീട്ടുകയും ചെയ്യുക എന്നാണ് ദീനിന്റെ മസ്അല നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലൊന്നും വെച്ച് നീട്ടാതെ പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് തന്നെ ഫിത്ർ സക്കാത്തിനെ അതിന്റെ അവകാശികളിലേക്ക് കൊടുത്തു വിടുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാം എന്താണ് കൊടുക്കേണ്ടത്? എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഒരു നാട്ടിൽ എന്താണോ ആഹാരമായി കഴിക്കുന്നത് ആ ധാന്യമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ചോറ്, അരിയാണ് നമ്മൾ കഴിക്കുന്നത്, അതായിരിക്കണം നാം കൊടുക്കേണ്ടത്. ഈ ഫിത്ർ സക്കാത്ത് നൽകുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പുള്ളതായ സമയമാണ്. പെരുന്നാളിൻ്റെ അന്ന് പകലിൽ ഷവ്വാലിൻ്റെ പിറ കണ്ട ആ രാത്രി മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് തൊട്ട് മുമ്പുള്ളതായ സമയം, വളരെ ചുരുങ്ങിയതായ സമയമാണ് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും അഫ്ളലായ സമയമാണ് ഇത്. പെരുന്നാൾ ദിവസം മുഴുവനും നമുക്കിതിൻ്റെ സമയമുണ്ട്. ഏറ്റവും അഫ്ളലായ പ്രതിഫലത്തെ നാം ആഗ്രഹിക്കുക, അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക. എത്രയാണ് നാം സക്കാത്തായി നൽകേണ്ടത്? ഈ സക്കാത്തിന്റെ കണക്കിലാണ് പലർക്കും സംശയമുണ്ടാകുന്നത്. എത്ര അളവിലായിരിക്കണം നാം ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഈ അളവിനെ പറഞ്ഞു നൽകുന്നത് സ്വാഅ് കണക്കിൽ, അതായത് അറബികൾക്കിടയിലുള്ളതായ ഒരു കണക്കാണ് സ്വാഅ് എന്ന് പറയുന്നതായ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പ്രവാചകനെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത് സ്വാഅ് കണക്കാണ്. ആ കണക്കെന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ആ സ്വാഅ് കണക്കിനെ കിലോ കണക്കിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് 2300 മുതൽ 2600, 2700, 3 കിലോയിൽ താഴെ വരെയുള്ളതായ തൂക്കമാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. 2300 മുതൽ 3 കിലോ എന്ന് പറയുന്നതിലുള്ളതായ ഒരു അന്തരം, ആ അന്തരം നാം മനസ്സിലാക്കേണ്ടത് സ്വാഅ് കണക്കായിട്ട് വരുമ്പോൾ അരിയുടെ വലിപ്പത്തിനനുസരിച്ച് ചില വലിയ സൈസുള്ള അരിയാണ് എങ്കിൽ 2300, 2600 അങ്ങനെ കിലോയിൽ വരുന്ന ഒരു വേരിയേഷനാണ്. അത്തരത്തിലൊരു ഡിഫറൻസ് വരാനുള്ളതായ കാരണം അത് മനസ്സിലാക്കി എത്ര കുറഞ്ഞു പോയാലാണ് നമുക്ക് മേൽ ബാധ്യത നിലനിൽക്കുന്നത്, കൂടിപ്പോകുന്നത് കൊണ്ട് യാതൊരു വിഷയവുമില്ല. അതുകൊണ്ട് ആ കണക്കിനെ പൂർത്തിയാക്കി 2700, 3 കിലോ എന്നുള്ളതായ കണക്കിൽ സൂക്ഷ്മതയനുസരിച്ച് നാം അതിനെ കൊടുത്തു വിടുവാൻ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയുവാനുള്ളതായ മറ്റൊരു കാരണം, റമളാൻ അവസാനിക്കുന്നു, റമളാനിന്റെ പവിത്രതകൾ അവസാനിക്കുന്നു, പോരിഷകൾ അവസാനിക്കുന്നു, പിടിച്ചു വെച്ചതായ തിന്മകൾ മുഴുവനും തുടങ്ങുവാനുള്ള സമയമായി എന്ന തരത്തിൽ വെമ്പൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ റമളാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മളുടെ കണക്ക് പുസ്തകങ്ങളോ നമ്മളുടെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളോ വിശ്രമിക്കുന്നില്ല. റമളാൻ അവസാനിക്കുന്നതോടുകൂടി ആരെങ്കിലും തിന്മകളിലേക്കോ സമൂഹത്തിന്റെ ട്രെൻഡിന് പിന്നാലെ മയക്കുമരുന്ന് കൂട്ടങ്ങളിലേക്കോ സിനിമാ കൊട്ടകകളിലേക്കോ പോകുവാൻ ധൃതി വയ്ക്കുന്നവരുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഓർക്കുക, നമ്മുടെ മാലാകമാർ, ഇടം വലമുള്ള മുൻകർ നക്കീർ, റഖീബ് അതീദ് അലൈഹിമസ്സലാത്തു വസ്സലാം, അവർ അവരുടെ ജോലികൾ അവസാനിപ്പിച്ചിട്ടില്ല. അവർ അത് കൃത്യമായി രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ നിരീക്ഷണം മരണം വരെയും നമ്മളുടെ മേലുണ്ടാകുമെന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി സാന്ദർഭികമായി നൽകിക്കൊണ്ട് അത്തരത്തിലുള്ളതായ ലഹരി കൂട്ടങ്ങളിൽ നിന്നും സിനിമാ കൊട്ടകകളിൽ നിന്നുമെല്ലാം നാം അകലം പാലിച്ച് നിൽക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുത്തതായ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. അത്തരത്തിൽ നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മുഴുവൻ സൽക്കർമ്മങ്ങളും അവന്റെ തൃപ്തി കിട്ടുവാൻ കാരണമാകുന്ന തരത്തിലുള്ളതായ ഖബൂലിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നോമ്പുതുറ അത് 1 മുതൽ ഇന്ന് വരെയും നിങ്ങൾ ഓരോരുത്തരും വളരെ നല്ല നിലയിൽ തന്നെ സഹകരിച്ച് അൽഹംദുലില്ലാ, പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ നല്ല നിലയ്ക്ക് തന്നെ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭാരവാഹികൾ നിങ്ങളോട് അതിൻ്റെ പേരിൽ നന്ദി പറയുവാൻ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരോടും അതിനുള്ളതായ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളുടെ നോമ്പുതുറയുമായി സഹകരിച്ച മുഴുവൻ പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിന്റെ കവാടങ്ങളും തുറന്നു നൽകുമാറാകട്ടെ. ഇനിയും നല്ല കാര്യങ്ങളിലേക്ക് സമ്പത്ത്, മനസ്സ്, ആരോഗ്യം ചിലവഴിക്കുവാനുള്ള നല്ല തൗഫീഖിനെ നാഥൻ തമ്പുരാൻ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി ഉണർത്തുവാനുള്ളതായ ഒരു കാര്യം, നമ്മളുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സിലബസ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ പള്ളിയിലെ മദ്രസ ഉൾപ്പെടെയുള്ള കണ്ണനല്ലൂർ മേഖലയിലെ കുറച്ച് മദ്രസകൾ നടന്നു പോകുന്നത്.
എല്ലാ വർഷവും റമദാനിലെ അവസാന വെള്ളിയാഴ്ച ആ കണ്ണനല്ലൂർ മേഖലയിലുള്ള മുഅല്ലിമീങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഒരു സംഭാവനയായി നിങ്ങൾ ഓരോരുത്തരും ഒരു ഹദിയ നൽകാറുണ്ട്. ഈ വർഷവും നമുക്കത് നൽകണം. ധാരാളം മുഅല്ലിമീങ്ങൾ അവരുടെ ജീവിത ചെലവിൽ വരുന്നതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവർക്കൊരു താങ്ങാവുന്നതായ ഒരു സംഭാവനയാണ് നമ്മളുടെ ഈ മേഖലയിലും ആ ഒരു സംഭാവന പിരിവ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ ഈ മസ്ജിദിലും നിങ്ങൾ ഓരോരുത്തരും ആ പിരിവുമായി സഹകരിക്കണം. ഉസ്താദുമാർക്ക് വേണ്ടി നൽകുന്നതായ സംഭാവനയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത്തരത്തിൽ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നത്. ആ സംഭാവന വളരെ കാര്യമായ രീതിയിൽ തന്നെ ഒറ്റത്തവണ മാത്രമേ ഇതിനു വേണ്ടി ചോദിക്കുകയുള്ളൂ. ആ ചോദിക്കുന്നതിൽ നല്ല നിലയ്ക്ക് ഒരു കുറവും വരുത്താതെ തന്നെ എല്ലാവരും പങ്കാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. റഫീഖ് മന്നാനി അവർകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. എല്ലാവരും നല്ലൊരു സംഭാവന നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുക. ആ ബക്കറ്റിലേക്ക് എല്ലാവരും തന്നെ നിക്ഷേപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ സമ്പത്ത് ചിലവഴിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി സമ്പത്തിനെ ചിലവഴിക്കേണ്ട ഭീകരമായ അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ചിലവഴിക്കുന്ന സമ്പത്തിന് പകരമായി ധാരാളം സ്വതക്കകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കുവാനുള്ള കാരണമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചിലവഴിക്കുന്ന സമ്പത്തിന് പകരമായി ഇരട്ടി ഇരട്ടി പ്രതിഫലം അവന്റെ അടുക്കലും ദുനിയാവിലും ആഖിറത്തിലും നിരവധി ഉയർച്ചകളും നൽകുമാറാകട്ടെ. നമ്മളുടെ തൊഴിലുകളിൽ, കച്ചവടങ്ങളിൽ, കൃഷികളിൽ എല്ലാവിധ ബറക്കത്തുകളും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ അമലുകൾ നല്ല നിലയ്ക്ക് ജീവിതത്തിൽ പകർത്തുവാനും പാഠം ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم اجعل هذا الشهر شريف رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا അർഹമുർ-റഹീമായ തമ്പുരാനെ, കൃപയുള്ള പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാവിധ ഹദിയകളും സദഖകളും നാം ചെയ്തതായ ദാനധർമ്മങ്ങളും നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, റമളാനിന്റെ 1 മുതൽ ഇന്ന് വരെ ആരെല്ലാം നോമ്പ് തുറയുമായി സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, അവരുടെ മുഴുവൻ പേരുടെയും ഹദിയകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലാഹ്. എല്ലാരെയും നീ അറിയുമല്ലോ റഹ്മാനെ. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ഖൈറിന്റെ കവാടങ്ങളും നീ തുറന്നു നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ശേഷമുള്ള ബാക്കി ദിവസങ്ങളിലും സഹായിക്കാമെന്ന് ഏറ്റവർ അല്ലാഹുവേ, അവരെയും നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും റമളാൻ നീ അനുകൂല സാക്ഷിയാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നാം ചെയ്ത ഹദിയകളുടെ, സ്വതഖകളുടെ, സൽക്കർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ റമളാൻ നമ്മുടെ ആരുടെയും അവസാന റമളാനാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഇനിയും ധാരാളം റമളാനുകൾ ആഫിയത്തോടെ അല്ലാഹുവേ വരവേൽക്കുവാനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഉസ്താദുമാരുടെ കാര്യം പറഞ്ഞപ്പോൾ കാര്യമായി സഹകരിച്ചവരാണ് അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ എല്ലാ ഖൈറുകളും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മസ്ജിദിനെ, മദ്രസയെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ അല്ലാഹുവേ, നിരവധി കച്ചവടക്കാർ ഇതിന് മാസവരി തന്ന് സഹായിക്കുന്നവരാണ് അല്ലാഹ്. എല്ലാവരുടെയും കച്ചവടങ്ങളിൽ നീ പുരോഗതികൾ നൽകണം അല്ലാഹ്. എല്ലാവിധ അഭിവൃദ്ധികളും നൽകണം റഹ്മാനെ. ലാഭത്തിലാക്കണം അല്ലാഹ്. ഒരു തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും നീ ആർക്കും വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, നഷ്ടത്തിലായി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന ദുരവസ്ഥ നീ ആർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം ഉയർച്ചകളും വളർച്ചകളും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങളെ സാമ്പത്തികമായിട്ടും വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ സ്വർഗീയ ഭക്ഷണം നൽകണം അല്ലാഹ്. സ്വർഗീയ സൗഭാഗ്യങ്ങൾ മുഴുവനും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ മാസം നമുക്ക് നീ അനുകൂല സാക്ഷിയാക്കണം അല്ലാഹ്. അല്ലാഹുവേ, റമളാനിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച മാതാക്കളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവർ ധാരാളമായി കഷ്ടപ്പെട്ടവരാണ് അല്ലാഹ്. അവരുടെ ആ ഖിദ്മത്തുകളെല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവർ എല്ലാവരും രോഗികളാണ്, നീ ശിഫാ നൽകണം അല്ലാഹ്. അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇതൊന്നും നീ പാഴാക്കല്ലേ അല്ലാഹ്. നിന്റെ
അടുക്കലുള്ള തൃപ്തി കിട്ടുന്നതിനുള്ള കാരണമാക്കി നമ്മെ ഏവരെയും നീ ഖബൂലാക്കണം റഹ്മാനെ. റബ്ബനാ ലാ തറദ്ദന്ന ഐദിയനാ ഖായിബീൻ بسبب ذنوبنا وقلة أعمالنا وقصور نياتنا يا أكرم الأكرمين. اللهم ارزقنا فائزين بليلة القدر. اللهم ارزقنا فضيلة ليلة القدر ببركة محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. وآخر دعائي أن الحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله تعالى وبركاته.